മാന്നാർ മച്ചാൻസിലേക്ക് സ്വാഗതം. വിഷു റിലീസായിട്ട് 4 ചിത്രങ്ങളാണ് റിലീസായത്. അപ്പോൾ ആ റിലീസിൽ ഏത് സിനിമയാണ് ഫസ്റ്റ് ഡേ കളക്ഷൻ തൂക്കിയതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് ഡേ കളക്ഷൻ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന കളക്ഷൻ ഇന്നലെ രാത്രി 10 മണി വരെയുള്ള കളക്ഷനാണ്. ഏകദേശം ബസൂക്കയുടെ കളക്ഷൻ എന്ന് പറയുന്നത് 2,74,00,000 അതിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പം അത് വെച്ച് അതിൻ്റെ ആ ഒരു സിനിമയുടെ ഒരു ഹൈപ്പൊന്നും വലിയ ഹൈപ്പുള്ള ഒരു സിനിമയായിരുന്നില്ല. ഒരു നോർമലായിട്ട് വന്ന ഒരു സിനിമയായിരുന്നു. പക്ഷേ അതിൻ്റെ ട്രെയിലറും ടീസറും പോസ്റ്റേഴ്സും ഒക്കെ ഭയങ്കര ശ്രദ്ധേയമായിരുന്നു. അതേപോലെ തന്നെ എൻ്റെ ലാസ്റ്റ് ഇറങ്ങിയ ഒരു ടീസർ ഉണ്ടായിരുന്നു. അത് കുറച്ചും കൂടെ ആൾക്കാരെ നല്ല രീതിക്ക് ആകർഷിച്ച ഒരു ടീസർ. അപ്പം അത്രയും ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു സിനിമയ്ക്ക്. പക്ഷെ അത് ഇറങ്ങിയതിന് ശേഷം ആൾക്കാർ കണ്ട് സിനിമ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞതിന് ശേഷമാണ് ആ സിനിമയ്ക്കൊരു ഹൈപ്പ് കൂടിയത്. അപ്പം ഈ സിനിമയ്ക്ക് ഏകദേശം ഇത്രയും കളക്ഷനാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു കളക്ഷൻ എന്ന് വെച്ച് നോക്കുമ്പോൾ ഇവർ കൊടുത്ത ഹൈപ്പിനൊക്കെ അനുസരിച്ചുള്ള കളക്ഷൻ തന്നെയാണ് ഇത്. അല്ലാതെ ഭയങ്കര കുറവാണെന്നൊന്നും ഉള്ളൊരു ഫീല് നമ്മൾ തോന്നേണ്ട കാര്യമില്ല. ഓവർ ഹൈപ്പായിട്ടുള്ളൊരു സിനിമ അല്ലായിരുന്നു. പിന്നെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് ഫുൾ പോസിറ്റീവ് റിപ്പോർട്ടോടു കൂടിയാണ് ഈ സിനിമ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ മുതൽ പുറത്തു വരാൻ തുടങ്ങിയത്. അത്രയ്ക്കും ഒരു നല്ലൊരു സിനിമയാണ് ബസൂക്ക എന്ന് പറയുന്ന സിനിമ. അടുത്ത സിനിമ ആലപ്പുഴ ജിംഖാനയാണ്. ആ സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ എന്ന് പറയുന്നത് 2,74,00,000 രൂപയാണ് അതിൻ്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ എന്ന് പറയുന്നത്. അതും അത്യാവശ്യം ഒരു ഹൈപ്പൊക്കെ ഉള്ളൊരു സിനിമയായിരുന്നു. കാരണം ഖാലിദ് റഹ്മാനാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. തല്ലുമാലയ്ക്ക് ശേഷം വരുന്ന സിനിമ. അതേപോലെ തന്നെ നെസ്ലിനാണ് ഈ സിനിമയിലെ നായകനായിട്ട് അഭിനയിക്കുന്നത്. നെസ്ലിൻ്റെ പ്രേമലു എന്ന് പറഞ്ഞ സിനിമയ്ക്കൊക്കെ ശേഷമുള്ള ഒരു ഹൈപ്പുള്ളൊരു ചിത്രമായിരുന്നു ഈ സിനിമ. അപ്പം ഈ സിനിമയ്ക്ക് അത്രത്തോളം ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ബോക്സിംഗ് പശ്ചാത്തലത്തിൽ വരുന്ന ഒരു സിനിമ, നസ്ലിൻ്റെ അങ്ങനത്തെ ഒരു പടം എന്നൊക്കെയുള്ള ഒരു ടാഗോട് കൂടിയാണ് ഈ പടം വന്നത്. അപ്പോൾ ഈ പടവും ഏകദേശം നല്ല രീതിക്ക് തന്നെ ഒരു പോസിറ്റീവ് റിപ്പോർട്ട് തരാൻ സാധിച്ചിട്ടുള്ളൊരു സിനിമയാണ്. അപ്പം ഈ സിനിമയ്ക്ക് ഇപ്പോൾ ഏകദേശം ബസൂക്കയും ഈ സിനിമയാണ് കുറച്ചുകൂടെ ഒരു കളക്ഷൻ വൈസ് കുറച്ച് ഫ്രണ്ടിൽ നിൽക്കുന്ന സിനിമകൾ. അപ്പം ഈ സിനിമയുടെ ഒരു കളക്ഷൻ എന്ന് പറയുന്നതും നല്ലൊരു കളക്ഷൻ തന്നെയാണ്. കാരണം മമ്മൂക്കയുടെ 4 സിനിമകൾ റിലീസ് ഉണ്ടായിരുന്നു. ആ സിനിമകൾ വെച്ച് നോക്കി പിള്ളേരുടെ ഒരു പടത്തിനാണെങ്കിൽ ഇത്രയും കളക്ഷൻ കിട്ടുന്ന പറഞ്ഞാൽ അത് ഭയങ്കര സംഭവം തന്നെയാണ്. ഇപ്പം നമുക്ക് നസ്ലിൻ്റെ കാര്യം അറിയാം. നസ്ലിനെ ഇപ്പോൾ എല്ലാവരും ഭയങ്കര രീതിക്ക് നോക്കി കാണുന്നതാണ് നസ്ലിൻ്റെ സിനിമകളൊക്കെ. അപ്പോൾ ആ ഒരു രീതിക്ക് നോക്കുമ്പോൾ ഇത് നല്ലൊരു കളക്ഷൻ തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഇനിയും വരും ദിവസങ്ങളിൽ ചിലപ്പം ബസൂക്കയ്ക്ക് മുകളിലോ അല്ലെങ്കിൽ ചിലപ്പം പറയാൻ പറ്റില്ല, ചിലപ്പോൾ ബസൂക്കയ്ക്ക് മുകളിൽ കളക്ഷൻ കയറാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ്. എന്തായാലും നമുക്കിതിനെയും കണ്ടു തന്നെ അറിയണം. അടുത്ത വിഷു ചിത്രം എന്ന് പറയുന്നത് മരണമാസമാണ്. ഏകദേശം 82 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തേക്കുന്നത്. ശരിക്കും ആ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് നല്ലൊരു കളക്ഷൻ തന്നെയാണ്. കാരണം ഈ സിനിമ ഭയങ്കരമായിട്ട് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഏകദേശം 4 പടങ്ങളുണ്ടായിരുന്നു. മമ്മൂക്കയുടെ നസ്ലിൻ്റെയുമായിട്ടുള്ള മലയാളത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ള സിനിമകളുണ്ടായിരുന്നു. അപ്പോൾ സ്ക്രീൻസ് ഭയങ്കരമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഈ പടങ്ങൾക്ക് കൊടുത്തിരുന്നത്. അപ്പം അത് വെച്ച് നോക്കുമ്പം ഈ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് നല്ലൊരു കളക്ഷൻ തന്നെയാണ്. മലയാള സിനിമ 3 മലയാള സിനിമ ഒരു തമിഴ് പടമാണ് ഇറങ്ങിയത്. അപ്പം 3 മലയാള സിനിമയിലും ഏറ്റവും കൂടുതൽ സ്ക്രീൻസ് കുറവ് കിട്ടിയ സിനിമ നമ്മുടെ മരണമാസാണ്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കളക്ഷൻ നല്ലൊരു കളക്ഷനാണ്. പിന്നെ മരണമാസിനും ഫുൾ പോസിറ്റീവ് റിപ്പോർട്ടാണ് ഈ സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ഏകദേശം ഒരു ഡാർക്ക് കോമഡി വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു സിനിമയാണ് മരണമാസം എന്നാണ് പറയുന്നത്. കണ്ടിട്ടുള്ളവരെല്ലാം നല്ല രീതിക്ക് എൻജോയ് ചെയ്തിട്ടാണ് ഈ സിനിമ കണ്ടിട്ട് ഇറങ്ങിയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഈ ഒരു വിഷു സമയത്ത് ഫാമിലിയായിട്ട് പോയി കാണാൻ പറ്റിയ ഒരു സിനിമ എന്ന് എനിക്ക് തോന്നുന്നത് ഈ ഒരു കൂട്ടത്തിലെ മരണമാസമാണ്. അപ്പോൾ അത്രത്തോളം നല്ലൊരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു ഇനി വരും ദിവസങ്ങളിൽ നല്ല രീതിക്ക് പിക്കപ്പ് ചെയ്ത് ഈ വരുന്ന ഈ 2 പടത്തിനെയും പിന്തള്ളി ഫ്രണ്ടിൽ കയറാനും ചാൻസ് ഉണ്ട്. കാരണം ബേസിലിൻ്റെ ആ ഒരു ഇത് നമുക്കറിയാം. കാരണം ഇപ്പോൾ ഏകദേശം ഒരു ജനപ്രിയ നായകൻ ഇമേജാണ് ബേസിലിനുള്ളത്. അപ്പം ആൾക്കാർ കുറേയും കൂടി ഇപ്പോൾ അറിഞ്ഞ് ഈ സിനിമയ്ക്ക് വരുന്നുണ്ട്. ഇപ്പോൾ പിള്ളേർ സെറ്റ് ആണെങ്കിൽ ഇപ്പം വിഷുവിനൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞ് ഫാമിലി ഓഡിയൻസ് കൂടുതലായിട്ടും ഈ സിനിമയ്ക്കാണ് കയറാൻ സാധ്യതയുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതിൻ്റെ കളക്ഷനും ഇനിയും ഏത് രീതിക്കാണ് വരുന്നതെന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയണം. അടുത്ത ചിത്രം എന്ന് പറയുന്നത് ഗുഡ് ബാഡ് അഗ്ലിയാണ്. ഏകദേശം 55 ലക്ഷം രൂപയാണ് ഈ സിനിമയ്ക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് ഫസ്റ്റ് ഡേ കളക്ട് ചെയ്തിരിക്കുന്നത്. ശരിക്കും 55 ലക്ഷം എന്ന് പറയുന്നത് നമ്മൾ പറയണം 3 മലയാള സിനിമകളുടെ കൂടെ കോമ്പറ്റീറ്റ് ചെയ്താണ് ഒരു അജിത് ചിത്രം 55 ലക്ഷം രൂപ കളക്ട് ചെയ്തത്. ഈ 4 സിനിമകളിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവ് സ്ക്രീൻസ് കിട്ടിയത് നമ്മുടെ ഗുഡ് ബാഡ് അഗ്ലിക്കാണ്. എന്നിട്ടും 55 ലക്ഷം രൂപ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഇതിനൊരു വലിയ സംഭവം. നമുക്കറിയാം അജിത്തിന്റെ കേരളത്തിൽ ഓടിയിട്ടുള്ള സിനിമകൾ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നല്ല പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയ സിനിമകളാണ്. ഏകദേശം ഒരു വിശ്വാസം പോലുള്ള സിനിമകളൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ ഓടിയിട്ടുള്ളത്. അതിനുശേഷം വലിയ ഒരു ചലനം കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ അത്രയും കേരളത്തിൽ വലിയൊരു റിലീസും അങ്ങനെ അജിത്തിന് അതിന് ശേഷം കിട്ടിയിട്ടില്ല. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഗുഡ് ബാഡ് അഗ്ലി നല്ലൊരു ഹൈപ്പ് വന്നൊരു തമിഴ് സിനിമയായിരുന്നു. അതിൻ്റെ ഹൈപ്പിനനുസരിച്ച് തന്നെ നമ്മുടെ കേരളത്തിൽ ഓഡിയൻസ് ആ സിനിമ ഏറ്റെടുക്കുകയും ചെയ്തു. ഇപ്പോൾ ഒരു തമിഴ് ചിത്രമൊക്കെ വരുവാണെങ്കിൽ നമ്മുടെ മലയാളി ഓഡിയൻസ് അത് അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ ഒരു ഇത് വെച്ച് കാഴ്ചപ്പാട് വെച്ച് ആ സിനിമ ഇത് കൊള്ളാം എന്ന് പറയാൻ കുറച്ച് പാടാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു 95% ആൾക്കാർ ഈ സിനിമ കണ്ടിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ സിനിമയ്ക്ക് ഇപ്പോഴും നല്ല രീതിക്കും ആൾ കൂടുകയും ഇതിൻ്റെ ആ ഒരു സ്ക്രീൻ കൗണ്ട് കുറച്ചും കൂടെ
കൂട്ടുകയും ചെയ്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക്. ശരിക്കും സത്യം പറഞ്ഞാൽ ഈ ഇറങ്ങിയിരിക്കുന്ന 4 ചിത്രങ്ങളും വിഷുവിന് ഇറങ്ങിയതിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പോകാൻ ചാൻസ് ഉള്ള സിനിമയാണ്. പിന്നെ ഗുഡ് ബൈ അഗ്ലിയുടെ കാര്യം എടുത്തു പറയുന്നതെന്ന് വെച്ചാൽ ഒരു തമിഴ് ചിത്രം ആയതുകൊണ്ടാണ് ഇത്രയും 3 സിനിമകളുടെ കൂടെ കോമ്പറ്റേറ്റ് ചെയ്താണ് ഈ സിനിമ നിൽക്കുന്നത്. അത് 3 ഒരു ആക്ടേഴ്സും അത്യാവശ്യം മലയാളത്തിൽ ഇപ്പോൾ നല്ല രീതിക്ക് നിൽക്കുന്ന ആക്ടേഴ്സാണ്. ആ ഒരു വകയിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ ഗുഡ് ബൈ അഗ്ലിയുടെ കളക്ഷനും നല്ലതാണ്. ഇനി വരും ദിവസങ്ങളിലും നല്ല രീതിക്ക് തന്നെ പിക്കപ്പ് ചെയ്യാനായിട്ട് നല്ല സാധ്യതയുണ്ട്. കാരണം പിള്ളേരെയൊക്കെ നല്ല രീതിക്ക് ആകർഷിക്കുന്ന രീതിക്കാണ് ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു എല്ലാവർക്കും പെട്ടെന്ന് നമ്മൾ തിയേറ്ററിൽ പോയിട്ട് വിസിലൊക്കെ അടിച്ച് പോപ്കോൺ ഒക്കെ കഴിച്ച് കാണാൻ പറ്റിയ ഒരു മാസ് മസാല പടമാണ് ഗുഡ് ബൈ അഗ്ലി എന്ന് പറയുന്ന സിനിമ. വിഷുവിന് ഫസ്റ്റ് ഡേ കളക്ഷൻ തൂക്കിയിരിക്കുന്നത് നമ്മുടെ ബസൂക്കയാണ്. ഏകദേശം 2,74,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. നല്ലൊരു കളക്ഷൻ തന്നെയാണ്. അപ്പം നമുക്ക് ഏകദേശം സിനിമ ഇറങ്ങുന്നതിന് മുന്നേ പ്രീവ്യൂ ഷോയുടെ ഒരു റിപ്പോർട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സിനിമ നല്ലതാണ്, പോസിറ്റീവ് റിപ്പോർട്ടാണെന്ന് വന്നെന്നും പറഞ്ഞ് അന്നേരം ആ സിനിമ കാണണമെന്നും പറഞ്ഞാണ് ആൾക്കാർ നല്ല രീതിക്ക് ഒരു വെയിറ്റിങ്ങിലായിരുന്നു. എന്തായാലും സിനിമ റിലീസ് ആയപ്പോഴും അതേ റിപ്പോർട്ടുകളാണ് ഇപ്പോഴും വരുന്നത്. എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ ഈ സിനിമയ്ക്കും നല്ല രീതിക്ക് തന്നെ ഓടാനുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉള്ള സിനിമ തന്നെയാണ്. പിന്നെ ഒരു പുതിയ ഒരു പരീക്ഷണം എന്നുള്ള രീതിക്കത്തെ ഒരു സ്റ്റോറിയൊക്കെയാണ് ഇതിൻ്റെ വരുന്നത്. എന്തായാലും മമ്മൂക്ക എപ്പോഴും ആ ഒരു പുതുമയ്ക്ക് വേണ്ടി ആ ഒരു സഞ്ചരിക്കുന്ന ഒരാളാണ്, നമുക്കറിയാം. അപ്പം അത് ഇതിനകത്തും വർക്കായിട്ടുണ്ട്. എന്തായാലും നല്ലൊരു സംഭവമാണ്. നമ്മൾ പുതിയ പുതിയ സംഭവങ്ങൾ ഇതുപോലെ പരീക്ഷിച്ച് സിനിമകൾ വിജയിപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അങ്ങനെ വെച്ച് നോക്കുമ്പം ഈ ബസൂക്കയ്ക്ക് കിട്ടിയൊരു വിജയം എന്ന് പറയുന്നത് വലിയൊരു വിജയം തന്നെയാണ്. പിന്നെ കുറച്ചുകൂടെ ഒക്കെ ഒരു ഹൈപ്പ് കൊടുത്തിരുന്നെങ്കിൽ ഫസ്റ്റ് ഡേ കളക്ഷൻ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് കിട്ടാൻ സാധ്യതയുള്ളൊരു ചിത്രമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രൊമോഷനൊക്കെ കുറച്ച് ശോകമായിരുന്നു ഈ സിനിമയുടെ, അല്ലാതെ വേറൊരു പ്രശ്നവുമില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ സിനിമ നല്ല രീതിക്ക് തന്നെ കളക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാക്കി സിനിമകളും ആലപ്പുഴ ജിംഖാനയാണെങ്കിലും നല്ല രീതിക്ക് തന്നെ കയറാൻ സാധ്യതയുള്ള സിനിമയാണ്. പിന്നെ നമ്മുടെ ബാക്കി 2 സിനിമകൾ, അതായത് ബേസിൽ ജോസഫിൻ്റെ പടവും ഗുഡ് ബൈ അഗ്ലി, ഇതിന് കിട്ടിയ സ്ക്രീൻസ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സ്ക്രീനുകളെ ഈ 2 സിനിമകൾക്കും കിട്ടിയുള്ളൂ. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഡേ കളക്ഷനിൽ ഈ ഒരു ബാധിച്ചത്. അപ്പം എന്തായാലും ഇനിയും വരും ദിവസങ്ങളിൽ നല്ല രീതിക്ക് ആൾക്കാർ കയറി ഈ സിനിമ വലിയൊരു വിജയമായി മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ഒരു കളക്ഷൻ അത്യാവശ്യം നല്ലൊരു കളക്ഷനാണ്. അവർക്ക് കിട്ടിയ സ്ക്രീൻസ് വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് കളക്ഷനാണ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും വിഷുവിന് ഇറങ്ങിയ 4 ചിത്രങ്ങളും നല്ല സിനിമകളാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് സിനിമയാണോ ആ സിനിമ നിങ്ങൾ പോയി കാണുക. നിങ്ങൾ കണ്ടത് ഏത് ചിത്രമാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.